വിക്രമ, ഇത് തീക്കളിയാണ്, പറഞ്ഞേക്കാം. ഇങ്ങനെ പോയാൽ ഒന്നും നടക്കില്ല. ഹോ, പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നമുക്ക് ഈ വഴി അങ്ങോട്ട് മൂവ് ചെയ്താലോ? എടാ മണ്ട, ഈ വഴി നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അവിടെ കംപ്ലീറ്റ് കടുവകളുടെ ശല്യമാണ്. നീ ഇത് കണ്ടോ? നമുക്ക് ചെങ്കൽപ്പാറ വഴി വിടാം. ഏയ്, അത് പറ്റില്ല. അതുവഴി ഒട്ടും പോകാൻ പറ്റില്ല. എടാ മണ്ട, ആ വഴി അപ്പടി കാട്ടാനയുടെ ശല്യമാണ്. ഹോ, പിന്നെ ഏത് വഴി പോകുമെന്ന് പറ. ഈ മൊയലിനെയൊക്കെ എങ്ങനെ കൂട്ടിലെത്തിക്കും? ഈ കളി കുടുക്കക്കാരുടെ കൊണ്ട് തോറ്റു. ഒരു ക്ലൂ പോലും തരില്ല. വരച്ചു വരച്ച് എന്റെ പെൻസിലൊക്കെ തേഞ്ഞു പോയി. അതിന് ബുദ്ധി വേണം ഇതൊക്കെ സോൾവ് ചെയ്യാൻ. ആ പോലീസുകാരൻ പറഞ്ഞതല്ലേ നമുക്കിതൊന്നും ഇല്ലെന്ന്. നിധി കണ്ടുപിടിച്ചിട്ട് വേണം അത് കുറെ അങ്ങ് വാങ്ങാൻ. എന്ത് ബുദ്ധിയോ? എടാ മരമണ്ട, അതൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ആ, എന്തെങ്കിലും ആവട്ടെ. നീ ആ നിധി എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊന്ന് പറ. എനിക്ക് ഉഗ്രൻ ഐഡിയ ഉണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ ആ ശംഭുവില്ലേ, ശംഭു പറഞ്ഞു തന്നതാണ്. ഈ കാട്ടിൽ ലുട്ടാപ്പി എന്നൊരു കുട്ടിപ്പിശാച്ചുണ്ടത്രേ. അവന്റെ കൂട്ടുപിടിച്ചാൽ നമുക്ക് നിധി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വരാനാണ് പറഞ്ഞത്. എടാ വിക്രമ, നീ അക്രമം പറയരുത്. ഇവിടെ വെറുതെ വായും പൊളിച്ച് നോക്കി നിന്നാൽ ലുട്ടാപ്പി വരുവോ? വായ പൊളിച്ചു നിൽക്കണ്ട. തൊണ്ട തുറന്ന് തൊള്ള എടുത്ത് അവന്റെ പേര് നീ അങ്ങ് വിളിച്ചാൽ മതി. അപ്പോൾ അവൻ വരും. അപ്പൊ വിളിക്കാം അല്ലേ? ലുട്ടാപ്പി, 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 എടാ ലുട്ടാപ്പി, ലുട്ടാപ്പി. നിങ്ങൾ എന്നെ വിളിച്ചോ അണ്ണാ? വിളിച്ചടേ, നിനക്ക് ഞങ്ങൾ ഒരു പണി തരുന്നുണ്ട്. അയ്യോ, എന്തിനാ അണ്ണാ എനിക്ക് പണി തരുന്നേ? അതിന് ഞാൻ ഒന്നും നിങ്ങളെ ചെയ്തില്ലല്ലോ. അല്ലടേ, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണമെന്ന്. അത് പറഞ്ഞു തരാമെന്നാണ് ഉദ്ദേശിച്ചത്. ആ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ കാട്ടിലെ നിധി തപ്പിയെടുക്കാൻ വന്നതല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി, എന്റെ മാന്ത്രിക ശക്തി കൊണ്ട്. മണ്ണാങ്കട്ടി, നീ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടല്ലേ? പറയടാ. നിധി കണ്ടുപിടിക്കാം. അതിന് ഡാകിനിയുടെയും കുട്ടൂസന്റെയും സഹായം ചോദിക്കാം. അവർക്ക് വല്ല ഐഡിയ ഉണ്ടാവും. അതാരാണ്? എന്റെ സുഹൃത്തുക്കളാ. അവര് വിചാരിച്ചാൽ നല്ല വല്ല സൂത്രം ഒപ്പിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വഴി എങ്ങോട്ടാ പോകുന്നേ? എടാ മണ്ട, ഈ വഴി എങ്ങോട്ടും പോകുന്നില്ല. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഷോ, അതല്ലാന്ന്. ദേ, ഇങ്ങനെ പോയി അവിടെ എത്തുവോ? ഇങ്ങനെ പോണ്ട ആവശ്യമില്ല. കൈ താഴെ ഇട്ട് പോയാലും എത്തും. വാ. ഞാൻ രണ്ട് മണ്ടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്താടാ ഞങ്ങളെ വിളിച്ചേ? അയ്യോ, ഞാൻ രണ്ട് അണ്ണന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞേ. ഹോ, നീയായിരുന്നോ? എന്താടാ ലുട്ടാപ്പി? കുട്ടൂസ, ഡാകിനി എവിടെ? ഡാകിനി അകത്തുണ്ട്. നീ എന്താ അന്വേഷിക്കുന്നേ? ആരാ ഇങ്ങനെ അലറി വിളിക്കുന്നേ? വന്ന കാര്യം പറ. കുട്ടൂസ, ഇവര് കാട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധി തേടി വന്നതാ.
ഞാൻ അതാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വല്ല സൂത്രപ്പണിയുണ്ടോ അത് തപ്പിയെടുക്കാൻ? നിധിയോ? ഈ കാട്ടിലോ? സത്യമാണോ കുട്ടൂസ? നിധിയൊക്കെ ഉണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അതാരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ ഭൂതങ്ങൾ കാവൽ നിൽപ്പുണ്ടവിടെ. നിങ്ങളെ കണ്ടാൽ അവന്മാര് ഭസ്മമാക്കി കളയും. ഷോ, ഇനി എന്തു ചെയ്യും? ഞാൻ പോയാലോ? എന്റെ ഭംഗി കണ്ടവര് മയങ്ങി വീഴും. മയങ്ങി വീഴുമായിരിക്കും, പക്ഷെ നിന്റെ ഭംഗി കണ്ടിട്ടായിരിക്കുകയല്ല. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിന്നരിച്ച് സമയം കളയല്ലേ. നടക്കുന്ന കാര്യം വല്ലതും പറ. ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് പണിയെടുക്കേണ്ടി വരും. നമ്മുടെ ശത്രു മായാവിയുടെ കയ്യിൽ ഒരു മാന്ത്രിക വടിയുണ്ട്. അത് കയ്യിൽ കിട്ടിയാൽ നിധി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല, ഭൂതങ്ങൾക്ക് അതിന്റെ മുമ്പിൽ ശക്തിയുമില്ല. ഐഡിയ കൊള്ളാം, പക്ഷെ ഈ മായാവിയുടെ വടി എങ്ങനെ തട്ടിയെടുക്കും? അത് ബുദ്ധിമുട്ടാ. അവനത് ഒരിക്കലും കൈവിടില്ല. രാഗിനി, എന്തെങ്കിലും സൂത്രമുണ്ടോ നിന്റെ കയ്യില്? ഉണ്ട്. ലൊട്ടിലൊടുക്കും ഗുലുഗുലുമാലിന്റെയും കയ്യില് വല്ലതും കാണും. അത് അവര് തരുമോ? അതടിച്ചു മാറ്റേണ്ടി വരും. എന്നാ പിന്നെ അങ്ങോട്ട് വിടാം നമുക്ക്. വാ, വേഗം വാ. ഗുലു, നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി. അല്ല, ഇതെങ്ങനെ വർക്ക് ചെയ്യും? ഈ മണി കണ്ടോ? ഇത് അടിച്ചടിച്ചടിച്ച് ശല്യം സഹിക്കാതെ വരുമ്പോൾ നമ്മുടെ കുപ്പിലോട്ട് അവരങ്ങോട്ട് ചാടിക്കേറും. അങ്ങനെ നമുക്ക് എത്ര പേരെ കുപ്പിയിലാക്കാം? ഇടലൊട്ടു, എന്തൊരു ബ്രില്യന്റ് ഐഡിയയുടെ. പക്ഷേ ഇത് ടോപ്പ് സീക്രട്ട് ആയിരിക്കണം. വേറെ ആരും ഇത് സ്റ്റീൽ ചെയ്യാതെ നോക്കണം. യെസ് 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 ഇത് നമുക്ക് ഹൈഡ് ചെയ്യണം. ആരാ? ഞങ്ങള് കള്ളന്മാരാ. അയ്യോ, നിങ്ങൾ കള്ളന്മാരാണോ? കണ്ടാ പറയില്ലാട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളന്മാരെ കാണുന്നത്. അതുകൊണ്ടാട്ടോ ഈ സങ്കടവും സന്തോഷവും എനിക്ക് പറയാൻ അറിയുന്നില്ല. അത് സാരമില്ലേ, ആദ്യമായിട്ടല്ലേ കള്ളന്മാരെ കാണുന്ന ആളെ ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇരിക്കൂ, നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാം. ഒരു കസേര കാണുന്നില്ലല്ലോ. ഓ, അതൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ എങ്ങാനും നിന്നോളാം. രാഗിനി, എന്തു പണിയാ കാണിക്കുന്നേ? എന്താ ഇവര് നമ്മളെ സൽക്കരിക്കുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? മോശമല്ലേ? നമ്മൾ ഇരിക്കാൻ വന്നതല്ലല്ലോ, മോഷ്ടിക്കാൻ വന്നതല്ലേ. ആ തോക്ക് ചൂണ്ടി നിക്കടാ. ഹാൻഡ്സ് അപ്പ്. ഈ പരിപാടി കൊള്ളാലോ. എഴുതേ, ഇത് ശരിക്കുള്ള തോക്കാണല്ലേ? ഈ സാധനം പോക്കല്ലൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റും അല്ലേ? ഇതിനെന്ത് വരും? ഒരു 600 രൂപയൊക്കെ വരും. ആഹാ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു 250 മണീസ് അങ്ങോട്ട് തരും. ഉറപ്പിക്കാമോ? അതെ, ഇത് അവന്റെ തോക്കാണേ. അപ്പൊ അവനോടും കൂടെ ഒന്ന് ചോദിക്കണം. ഓ, ചോദിച്ചോ. എടാ, 250 രൂപ തരാമെന്ന്. എന്താടാ, ഉറപ്പിക്കട്ടെ? എടാ, ഒറ്റ തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ,
നമ്മൾ അവരുടെ കയ്യിൽ നിന്നും മായാവിയെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം അടിച്ചു മാറ്റാൻ വന്നതല്ലേ. ആ തോക്ക് ചൂണ്ടി നിൽക്കടാ, ഞാൻ അപ്പോഴേക്കും വല്ലതും കിട്ടുമോന്ന് നോക്കട്ടെ. ഓ ശരി ശരി ശരി, ഹാൻഡ്സ് അപ്പ്. നന്നായി ഡാഗിനി കുട്ടൂസ. ഇവരുടെ കയ്യില് വല്ല യന്ത്രങ്ങളുണ്ടോന്ന് നമുക്ക് നോക്കാം. ഇതെന്താ? പെട്ടെന്ന് പറ. അത് വേറെ ഒരു പുറപ്പാണ്. നല്ല കുളിര്. കുട്ടൂസ, നിന്നെ കാണുന്നില്ലല്ലോ. നീ എവിടെ പോയി? ഞാനിവിടെ തന്നെ ഉണ്ട്. അയ്യോ, കുട്ടൂസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും കൊള്ളാലോ പരിപാടി. ഇത് പൊതച്ച ആരും നമ്മളെ കാണില്ല. ഇതുകൊണ്ട് നമുക്കൊളിച്ച് മായാവി അറിയാതെ അവന്റെ മാന്ത്രിക വടി മോഷ്ടിക്കാം. അയ്യോ ചതിച്ചല്ലോ. ഇത് പൊതച്ചാൽ മായാവിക്ക് നമ്മൾ കാണാൻ പറ്റില്ല. അവന്റെ മാന്ത്രിക വഴി അടിച്ചു മാറ്റാം. മുത്താപ്പി, എടാ മുത്തു, വാ നമുക്ക് വേഗം പോകാം.